ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ശക്തമായ മുന്നേറ്റം നടത്തി ഷാർജ. സ്വദേശികളെയും പ്രവാസികളെയും ആകർഷിക്കുന്ന സാമ്പത്തിക നയങ്ങളാണ് വളർച്ചയ്ക്ക് കാരണം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നവംബറിൽ സർവകാല റെക്കോർഡ് സ്ഥാപിച്ച് ഷാർജ. ഒരു മാസത്തെ മൊത്തം ഇടപാട് മൂല്യം 950 കോടി ദിർഹമായി ഉയർന്നു. ഷാർജയുടെ മികച്ച സാമ്പത്തിക നയങ്ങളാണ് ഈ വളർച്ചയ്ക്ക് കാരണം. നവംബറിൽ ആകെ 15,131 റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ് ഷാർജ റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ വിഭാഗം രേഖപ്പെടുത്തിയത്. ഈ ഇടപാടുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമിയുടെ ആകെ വിസ്തീർണം ഏകദേശം 34.9 ദശലക്ഷം ചതുരശ്ര അടി വരും. ഇതിൽ 2,126 വിൽപ്പന ഇടപാടുകൾ നടന്നു. ഇത് മൊത്തം ഇടപാടുകളുടെ 14%. 1.6 ബില്യൺ ദിർഹം മൂല്യം വരുന്ന 698 മോർഗേജ് ഇടപാടുകളും രേഖപ്പെടുത്തി. ഷാർജയിലെ അൽ മിൻഹാസ് ഏരിയയാണ് റെക്കോർഡിട്ടത്. വിൽപ്പനയുടെ എണ്ണത്തിൽ ഷാർജ നഗരത്തിൽ മുന്നിട്ടു നിന്നത് അൽ സഹ്മ ഏരിയയാണ്. ഇവിടെ മാത്രം 322 ഇടപാടുകൾ രേഖപ്പെടുത്തി. സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ ബിസിനസ് അന്തരീക്ഷം, വ്യക്തമായ നിയമനിർമ്മാണങ്ങൾ, മികച്ച റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ എന്നിവയാണ് ഷാർജയ്ക്ക് നേട്ടമായത്. പ്രവാസികളും ഷാർജയിൽ വൻ നിക്ഷേപം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ സമയപരിധി കഴിഞ്ഞിട്ടും വിസ പുതുക്കാത്തവർക്ക് ഡിസംബർ 31 വരെ അവസരം. നിയമം പാലിക്കാത്തവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. പ്രവാസി തൊഴിലാളികളുടെ വിസ നിയമലംഘനം തിരുത്തുന്നതിനും ഇളവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഈ മാസം അവസാനം വരെ അവസരം. തൊഴിലുടമകൾക്കും വ്യക്തികൾക്കും അവസരം ഉപയോഗപ്പെടുത്താം. സമയപരിധിക്ക് ശേഷമുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല. 7 വർഷത്തിലധികം കാലഹരണപ്പെട്ട എല്ലാ ലേബർ കാർഡ് പിഴകളും റദ്ദാക്കാൻ ഈ അവസരം ഉപയോഗിക്കാം. 2017 അതിനു മുൻപോ രേഖപ്പെടുത്തിയ കേസുകൾക്ക് തൊഴിൽ മന്ത്രാലയത്തിന് നൽകേണ്ട പിഴ ഒഴിവാക്കലും ഇതിൽ ഉൾപ്പെടുന്നു. വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാനും അവസരം ലഭിക്കും. രേഖകൾ ശരിയാക്കിയാൽ അടുത്ത 2 വർഷത്തേക്ക് തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റുകൾ പുതുക്കാൻ കഴിയും. എന്നാൽ തൊഴിലുടമ ഒരു തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിച്ച മടക്കയാത്ര ടിക്കറ്റ് നൽകാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ തുടക്കമായി. പ്രവാസികൾക്കും സ്വദേശികൾക്കും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഇനി ആഘോഷക്കാലം. ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും വരവറിയിച്ച് കൂറ്റൻ ക്രിസ്മസ് ട്രീ ഒരുങ്ങി. സാന്തായും കൂട്ടുകാരും ആഘോഷരാവുകൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചു. ഗ്ലോബൽ വില്ലേജിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ 28 വരെ തുടരും. 21 മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് പ്രധാന ആകർഷണം. ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് ഗ്ലോബൽ വില്ലേജിന്റെ ആകാശത്ത് ഡ്രോണുകൾ പറത്തി. ദുബായിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ് ഗ്ലോബൽ വില്ലേജ്. വിവിധ രാജ്യങ്ങളിലെ കലാപ്രകടനങ്ങളും കാഴ്ചകളും രുചിവൈവിധ്യങ്ങളും ഷോപ്പിംഗ് അനുഭവവും എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മാമാങ്കം തന്നെയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും വ്യത്യസ്തമായ ആകർഷണങ്ങളാണ് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. ആഴ്ചകളിൽ ഒരാൾക്ക് 25 ദിർഹവും വീക്കെൻഡുകളിൽ 30 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. കൂടാതെ 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഏകദേശം 100 ദിർഹം മാത്രമാണ് പ്രവേശന ഫീസ് വരുന്നത്. ഒപ്പം സൗജന്യ പാർക്കിംഗ് സൗകര്യങ്ങളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. 2026 മെയ് 10 വരെയാണ് ഗ്ലോബൽ വില്ലേജ് സീസൺ. അന്താരാഷ്ട്ര പവലിയനുകൾ, ലോകമെമ്പാടുമുള്ള വിഭവങ്ങൾ, സാംസ്കാരിക കലാപരിപാടികൾ, ഷോപ്പിംഗ് റൈഡുകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.